എല്ലാവർക്കും മോർ ആൻഡ് വ്യൂസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ബിനു നായർ. ഇന്ന് നമ്മൾ അഡോബ് പേജ് മേക്കർ എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അഡോബ് പേജ് മേക്കർ എന്താണ് എന്നതിനെ കുറിച്ചാണ് വ്യക്തമായിട്ട് പഠിക്കുന്നത്. DTP മേഖലയിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് മേഖലയിൽ വളരെ അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ ആപ്ലിക്കേഷനാണ് അഡോബ് പേജ് മേക്കർ. അഡോബ് പേജ് മേക്കർ 7.0 ഇതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ഹൈ ക്വാളിറ്റിയിലുള്ള ബ്രൗഷറുകൾ, അതുപോലെ ന്യൂസ് ലെറ്റേഴ്സ്, അതുപോലെ റിപ്പോർട്ടുകൾ, ബുക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റിയിൽ പ്രിന്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് അഡോബ് പേജ് മേക്കർ. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അഡോബ് സിസ്റ്റംസ് ആണ്. Then PageMaker 7.0 is widely used in publishing, marketing and design industries to create professional layouts. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പവർഫുൾ ആപ്ലിക്കേഷനെ കുറിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ അഡോബ് പേജ് മേക്കർ ലോഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സെർച്ച് ബോക്സിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, അഡോബ് പേജ് മേക്കർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അഡോബ് പേജ് മേക്കറിന്റെ ഐക്കൺ ആപ്ലിക്കേഷൻ ഇവിടെ കാണാം. ജസ്റ്റ് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ അഡോബ് പേജ് മേക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ അഡോബ് പേജ് മേക്കർ ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ലഭിക്കുന്ന വിൻഡോ ഇതാണ്. ഒരു ടെംപ്ലേറ്റ്സ് എന്ന പേരിലായിരിക്കും ഈ വിൻഡോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അഡോബ് പേജ് മേക്കറിൽ ഓൾറെഡി കുറേ ഡിസൈനുകൾ, പല ഡോക്യുമെന്റുകൾ പല ഡിസൈനുകളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസൈനിലൂടെ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടെംപ്ലേറ്റ്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാറ്റഗറിയിൽ നിന്ന് ഓരോ കാറ്റഗറീസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്യുന്ന ഇപ്പോൾ നമുക്കൊരു ബ്രോഷറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ബ്രോഷേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ ബ്രോഷറിന്റെ പല ഫോർമാറ്റുകൾ ഇവിടെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രോഷർ സ്റ്റൈലിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബ്രോഷർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് നമ്മുടെ അഡോബ് പേജ് മേക്കർ ഓപ്പൺ ചെയ്ത് തരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഓരോ എഡിറ്റിംഗ് വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഈ വിൻഡോ ഞാനൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഈ ക്ലോസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നോക്കൂ, ഇതാണ് അഡോബ് പേജ് മേക്കറിന്റെ വിൻഡോ. ഇങ്ങനെയാണ് നമ്മൾ അഡോബ് പേജ് മേക്കർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കൂ, ഒരു ടൂൾ ബോക്സ് നോക്കൂ, ഇവിടെ നമുക്ക് ടൂൾ ബോക്സ് ഉണ്ട്. ഈ ടൂൾ ബോക്സ് നമുക്ക് പേജ് മേക്കറിലെ പല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓരോ ടൂൾസ് ആണിത്. ഓക്കെ, നമുക്ക് ഇവിടെ സെലക്ഷന്, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ, അതുപോലെ ക്രോപ്പ് ചെയ്യാൻ, ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കുള്ള ടൂളാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് നമ്മൾക്ക് വേണ്ടത്, നമുക്കിവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, പുതിയൊരു ഷീറ്റ് എടുക്കണം, ഒരു ന്യൂ ഷീറ്റ് എടുക്കണം. എന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. നോക്കൂ, നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണാനുണ്ട് അഡോബ് പേജ് മേക്കർ 7.0 എന്ന് കാണാം. അതുപോലെ ക്ലോസ് ബട്ടൺ ഉണ്ട്, അതുപോലെ മിനിമൈസ് ബട്ടൺ ഉണ്ട്, റീസ്റ്റോർ ബട്ടൺ ഉണ്ട് അല്ലേ. അതിനുശേഷം നോക്കൂ, നമുക്ക് ഫയൽ, എഡിറ്റ്, ലേഔട്ട്, ഇങ്ങനെ ഓരോ മെനൂസ് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഫയൽ മെനുവിൽ ഇരിക്കുന്ന കമാൻഡുകൾ നമുക്ക് കാണാം, അതുപോലെ എഡിറ്റ് മെനുവിൽ ഇരിക്കുന്ന കമാൻഡുകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ന്യൂ എന്ന കമാൻഡ് ആദ്യം ഒന്ന് പഠിച്ചെടുക്കാം. അതായത് നമുക്ക് അഡോബ് പേജ് മേക്കറിൽ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ പുതിയതായിട്ടൊരു ഷീറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂ കമാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പേജ് മേക്കർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫയൽ മെനുവിൽ നിന്ന് ന്യൂ എന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, നമുക്ക് ഒരു ഡോക്യുമെന്റ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ലഭ്യമാവുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റിന്റെ സെറ്റപ്പ് നടത്തുകയാണ്. ആ പേപ്പറിന്റെ സൈസ്, അതുപോലെ അതിന്റെ ഓറിയന്റേഷൻ, അതുപോലെ അതിന്റെ മാർജിൻസ്, എത്ര പേജ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് സെറ്റപ്പ് എന്നുള്ള വിൻഡോ വന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂ കമാൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പേജ് സൈസ്, നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേജിന്റെ സൈസാണ് ഇവിടെ പറയുന്നത്.
നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള പേജുകളെ കാണാൻ സാധിക്കും. ഓരോ പേരുകളാണ്, പേജിൻ്റെ ഓരോ പേരുകളാണ്. ഇപ്പോൾ A4 എന്ന് പറയുന്ന പേജ് ആണെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നോക്കൂ, ഡയമെൻഷനിൽ 8.268 ഇഞ്ച് വീതിയും 11.693 ഇഞ്ച് ഹൈറ്റുമാണ് ഈ പേജിനുള്ളത്. നമ്മൾ നോർമൽ ഒരു വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക A4 എന്ന് പറയുന്ന പേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പേപ്പറിൻ്റെ സൈസ് പേര് മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ ഡയമെൻഷനിൽ വ്യത്യാസം വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ ഒരു A4 പേജാണ് എടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ പേപ്പറിൻ്റെ ഓറിയൻറ്റേഷനാണ് രണ്ടാമതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറിനെ കുത്തനെ വെച്ച് വർക്ക് ചെയ്യാറുണ്ട്, അതുപോലെ വിലങ്ങനെ വെച്ചിട്ട് വർക്ക് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ പല പ്രിൻ്റ് ഔട്ടും ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങളൊരു പേപ്പറിനെ ഒരു A4 പേജിനെ കുത്തനെ വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിലങ്ങനെ വെച്ചിട്ട് അല്ലേ, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വർക്ക് ഏത് രൂപത്തിൽ വേണമെന്നാണ് ഇവിടെ നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഓറിയൻറ്റേഷൻ എന്നുള്ളത് ടാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടാൾ ഓറിയൻറ്റേഷൻ ആയിരിക്കും വരും. ടാൾ എന്ന് പറഞ്ഞാൽ കുത്തനെ, A4 പേപ്പറിനെ കുത്തനെ വെക്കുന്നതിനാണ് നമ്മൾ ടാൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. വൈഡ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാലോ വിലങ്ങനെ ആയിരിക്കും പേപ്പർ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പേപ്പറിനെ നിർത്തേണ്ടത് അതാണ് നമ്മളിവിടെ ഓറിയൻറ്റേഷനിൽ പറയേണ്ടത്. ഓക്കെ, സാധാരണ രീതിയിൽ അത് ടാളായിരിക്കും വരുന്നത്. നമ്മൾ മറ്റുള്ള ആപ്ലിക്കേഷനിലൊക്കെ ടാളിന് പകരം പോർട്രേറ്റ് എന്നുള്ളൊരു ഓറിയൻറ്റേഷനാണ് കാണാറുള്ളത്. വൈഡിന് പകരം ലാൻഡ്സ്കേപ്പ് എന്നുള്ള ഓറിയൻറ്റേഷനാണ് പറയാറുള്ളത്. പക്ഷേ പേജ് മേക്കറിൽ മാത്രം ഓറിയൻറ്റേഷൻ, രണ്ട് ഓറിയൻറ്റേഷനും ടാള്, വൈഡ് ഇങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇനി ഇവിടെ നോക്കുന്ന നമ്പർ ഓഫ് പേജസ്, അതായത് നമുക്ക് വർക്ക് ചെയ്യാൻ എത്ര പേജ് വേണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ബുക്കിൻ്റെ വർക്കൊക്കെ ചെയ്യണം, ഒരു 10 പേജിൻ്റെ ബുക്ക് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഓഫ് പേജസ് എന്നുള്ളത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും 10 പേജുകളായിരിക്കും നമുക്ക് തരുന്നത്. അതുപോലെ സ്റ്റാർട്ട് പേജ് എന്നുള്ളിടത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ ഒരു 10 പേജുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഡോക്യുമെന്റിലെ ആദ്യത്തെ പേജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മുതൽ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 1 ആണ് പറയുന്നത് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഡോക്യുമെന്റിലെ ആദ്യത്തെ പേജിന്റെ നമ്പർ 1 ആയിരിക്കും. നമ്മൾ പറയാണ് 100 എന്നുള്ള പേജിൽ നിന്ന് തുടങ്ങിയാൽ മതി. ഓക്കെ, 100 എന്ന പേജ് നമ്പറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 പേജുള്ള ഡോക്യുമെന്റ് ആണെങ്കിൽ 100, 101, 102, 103 അങ്ങനെ 109 വരെ ആയിരിക്കും പേജിന്റെ നമ്പർ പോകുന്നത്. ഡിഫാൾട്ടായിട്ട് എന്തായിരിക്കും 1 തന്നെയായിരിക്കും. ഇവിടെ ഞാൻ നമ്പർ ഓഫ് പേജസ് ഉള്ളിടത്ത് ഞാൻ ഒരു പേജേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മാർജിൻസും സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് നമ്മുടെ 4 മാർജിൻസ് ആണ് പേപ്പറിൽ ഉണ്ടാവും അല്ലേ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, ടോപ്പ്, ബോട്ടം. ഇൻസൈഡ് മാർജിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ലെഫ്റ്റ് സൈഡിൽ വരുന്ന മാർജിനാണ് ഇൻസൈഡ് മാർജിൻ. അപ്പോൾ ഈ മാർജിൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നോക്കൂ 0.984 ഇഞ്ചസ് ആണ്. നമുക്കത് അത്ര വേണ്ട, നമുക്കൊരു 0.5 ഒക്കെ മതിയെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻസൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് മാർജിൻ 0.5 ഇഞ്ച്. അതേപോലെ തന്നെ നമുക്ക് ഈ ഔട്ട്സൈഡ് മാർജിൻ അല്ലെങ്കിൽ റൈറ്റ് മാർജിൻ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ 0.5 ആണ് കൊടുക്കുന്നത്. അതുപോലെ പേജിൻ്റെ ടോപ്പിൽ എത്ര മാർജിൻ വേണമെന്നാണ് സെറ്റ് ചെയ്യേണ്ടത്, അത് നമുക്ക് 0.5 കൊടുക്കാം. അതുപോലെ നമുക്ക് ബോട്ടം മാർജിൻ എത്ര വേണമെന്നുള്ളത് പറയാം, അത് നമ്മൾ 0.5 പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജിൻ്റെ മാർജിൻസ് എത്ര വേണം എന്നുള്ളതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ടാർഗറ്റ് ഔട്ട്പുട്ട് റെസൊല്യൂഷൻ. അതായത് നമ്മളുടെ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്ത് ഒരു പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ റെസൊല്യൂഷൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്ലാരിറ്റി എത്രമാത്രം വേണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 300 dpi ഡോട്ട് പെർ ഇഞ്ച് എന്നാണ് DPIയുടെ ഫുൾ ഫോം. അപ്പോൾ നമ്മൾ 300 എന്നാണ് പറയണതെങ്കിൽ 300 DPIയിലായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുന്നത്. ഇനി റെസൊല്യൂഷൻ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ 1200 റെസൊല്യൂഷൻ പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഡോക്യുമെന്റിന്റെ റെസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് അതിന്റെ ക്ലാരിറ്റി കൂടും. ഓക്കെ, അതേപോലെ തന്നെ കമ്പോസ്റ്റ് പ്രിന്റർ, നമുക്ക് ഈ ഡോക്യുമെന്റ് ഏത് പ്രിന്റർ ഉപയോഗിച്ചിട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഏത് പ്രിന്റർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ പറയാം. അപ്പോൾ ഞാനിവിടെ കാനോണിൻ്റെ പ്രിന്ററാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ 2 or 3 പ്രിന്ററൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യേണ്ടത് കാനോണിൻ്റെ പ്രിന്റർ ഉപയോഗിച്ചിട്ടാണ് എന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാനോൺ പ്രിന്ററിലേക്കായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് സെറ്റപ്പ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നോക്കൂ, ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഷീറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടോ? നേരത്തെ നമ്മൾ കണ്ട വിൻഡോയും ഇപ്പോഴുള്ള വിൻഡോയും വ്യത്യാസം കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഒരു ബ്ലാക്ക് ഔട്ട്ലൈനോട് കൂടി ഒരു അല്ലേ, നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോക്സ് ആണ് തോന്നും അല്ലേ? പിന്നെ ഇവിടെ ടോപ്പിലൊരു മെറൂൺ കളറും അതേപോലെ സൈഡിൽ ബ്ലൂ കളറും ആയിട്ടുള്ള ഒരു ബോക്സ് ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ A4 പേജ് എടുത്തല്ലോ, ആ പേജാണ് ഇത്. ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇനി ചെയ്യേണ്ട വർക്കുകളൊക്കെ ഇവിടെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇവിടെ ഇത്രയും ഏരിയ നമുക്ക് വർക്ക് ഏരിയയാണ്, പക്ഷെ ഇതാണ് പ്രിന്റബിൾ ഏരിയ. ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾക്ക് പ്രിന്റ് ഔട്ട് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം, റഫ് വർക്കുകൾ ചെയ്യാം, ഡ്രാഫ്റ്റ് ആയിട്ട് ചെയ്യാം. പക്ഷെ അതൊക്കെ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടേക്ക് കൊണ്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നോക്കാം. നമുക്ക് ഇതിനെ നമ്മൾ പറയാം മാർജിൻസ് എന്നാണ് പറയാം. പേജിന്റെ ടോപ്പ് മാർജിൻ, ബോട്ടം മാർജിൻ, അതുപോലെ ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ. ഞാനതൊന്ന് ഇൻക്രീസ് ചെയ്യാം. നോക്കൂ, ഈ ടോപ്പിലുള്ള മാർജിനാണ് ഈ മെറൂൺ കളറായിട്ട് കാണിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലുള്ള മാർജിനാണ് ഈ ബ്ലൂ കളറ്, ഇത് റൈറ്റ് സൈഡിൽ, അതുപോലെ ബോട്ടത്തിലുള്ള മാർജിൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പേജിന്റെ 4 മാർജിൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഈ മാർജിൻ്റെ പുറത്തേക്ക് പോയാൽ നമുക്ക് പ്രിന്റ് ഔട്ട് കിട്ടും, പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഈ മാർജിൻ്റെ ഉള്ളിലായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അഡോബ് പേജ് മേക്കറിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കുള്ള ടൂളുകൾ, ഈ ടൂളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ടൂളുകളെ പരിചയപ്പെടുമ്പോൾ ആദ്യം നമുക്ക് ടി എന്ന് പറയുന്ന ഈ ടൂൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ടി എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ടി ടൂള്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, കീബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ മോർ ആൻഡ് വ്യൂ, ഞാൻ മോർ ആൻഡ് വ്യൂസ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മളതിൽ ടെക്സ്റ്റ് ടൂൾ ആണുള്ളത്, നമുക്കത് വലുതാക്കണമെങ്കിൽ ഓക്കെ, നമുക്ക് ഈ ടെക്സ്റ്റ് വലുതാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ കീ ഹോൾഡ് ചെയ്യുക, ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സിമ്പലിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ഫോണ്ട് വലുതാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് വലുതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. CTRL പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഗ്രേറ്റർ ദാൻ സിമ്പൽ. ഈ 3 കീ കൂടെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് എന്ത് ചെയ്യും? വലുതായി വരും. ഷിഫ്റ്റ് അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ. കണ്ടോ, നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബിഗ് ഫോണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫോണ്ട് ലെസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കൺട്രോള് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെസ് ദാൻ സിമ്പൽ. ഓക്കെ, നോക്കൂ, നമുക്ക് ചെറുതാക്കി എടുക്കണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ലെസ് ദാൻ പ്രസ് ചെയ്ത് നോക്കൂ, നമ്മുടെ ഫോണ്ട് ചെറുതായി വരുന്നത് കാണാം. കണ്ടോ? അപ്പോൾ വലുതാക്കാൻ കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ, ചെറുതാക്കാൻ കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ബി ബോൾഡ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ ഐ എന്ന് പറയുന്നത് ഇറ്റാലിക്സ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇറ്റാലിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ. അതുപോലെ യു അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, നമുക്ക് ഈ ഓരോ ഷോർട്ട് കട്ടുകളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ സെലക്ട് ചെയ്തു, നമുക്കറിയാം ഷിഫ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ ഫോണ്ട് വലുതായിട്ട് വരും, ലെസ് ദാൻ ഫോണ്ട് ചെറുതായിട്ട് വരും, ഷിഫ്റ്റ് പ്ലസ് ബി ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, ബോൾഡ് ഫോണ്ട്, അതായത് കനം കൂടിയ അക്ഷരാക്കാനാണ് ബോൾഡ് എന്ന് പറയുന്നത്. നോക്കൂ, ഇതിൽ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ബോൾഡ് ഒഴിവായി കിട്ടും. കണ്ടോ, ബോൾഡ് ഒഴിവായി കിട്ടി. അതുപോലെ ഷിഫ്റ്റ് കൺട്രോൾ ഐ ഇറ്റാലിക്സ്, നോക്കൂ ചെരിഞ്ഞ എഴുത്തായിട്ട് മാറും. വീണ്ടും ഷിഫ്റ്റ് കൺട്രോൾ ഐ ഉപയോഗിച്ചാലോ
അത് സാധാരണ ലെറ്റർ ആയിട്ട് മാറും. ഇനി അണ്ടർലൈൻ വേണമെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ യു, അണ്ടർലൈൻ വരും. ഇനി ഷിഫ്റ്റ് കൺട്രോൾ യു ഒന്നും കൂടെ പ്രസ് ചെയ്താലോ അണ്ടർലൈൻ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കുറച്ച് ഷോർട്ട് കട്ടുകളാണ്. കൺട്രോൾ ഷിഫ്റ്റ് കോമ്പിനേഷൻ കീസ് ആണ്. കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ, കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ, കൺട്രോൾ ഷിഫ്റ്റ് ബോൾഡ്, കൺട്രോൾ ഷിഫ്റ്റ് ഐ ഇറ്റാലിക്സ്, കൺട്രോൾ ഷിഫ്റ്റ് യു അണ്ടർലൈൻ. മനസ്സിലായല്ലോ? ഇനി നമ്മൾക്ക് ഞാൻ മെനുവിൽ ഒരു കമാൻഡ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. നമ്മളുടെ മെനുവിൽ നമുക്ക് വിൻഡോ മെനു ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഷോ കൺട്രോൾ പാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഷോ കൺട്രോൾ പാലറ്റ്. ഷോ കൺട്രോൾ പാലറ്റ് എന്ന് പറയുമ്പോൾ നോക്കൂ, നമുക്ക് ഇവിടെ നമ്മുടെ വിൻഡോയിൽ, നമ്മുടെ അഡോബ് പേജ് മേക്കറിൽ നോക്കൂ, നമുക്ക് ഇവിടെ ഒരു ടൂൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ അതിനെ ഒന്ന് വലുതാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ബോക്സ് ആണിത്. നോക്കൂ, ഞാനിവിടെ മോർ ആൻഡ് വ്യൂസ് എന്ന് പറയുന്ന ഈ വേർഡ് സെലക്ട് ചെയ്തു. അതിന് ശേഷം നോക്കൂ, ആദ്യം നമ്മൾ പറയേണ്ടത് ഇവിടെ നമുക്ക് കാണാനുണ്ട് ടൈംസ് ന്യൂ റോമൻ അല്ലേ. ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലെറ്റർ സ്റ്റൈലിൻ്റെ പേരാണ് അല്ലേ, ഒരു ലെറ്ററിൻ്റെ ഫോണ്ടിൻ്റെ പേരാണ് ഈ ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കും, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി ഫോണ്ടുകൾ കാണാൻ സാധിക്കും. പല സ്റ്റൈലിലുള്ള നിരവധി ഫോണ്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. നോക്കൂ, നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഫോണ്ട് നോക്കൂ, മോർ ആൻഡ് വ്യൂസിൻ്റെ മോഡൽ മാറി ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫോണ്ട് ലിസ്റ്റാണ്. നമുക്ക് ഏത് സ്റ്റൈലിലുള്ള ഫോണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് NBIURQ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ലെറ്റേഴ്സിനെ കാണാനുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് നോക്കാം. ഇവിടെ ആദ്യം ബി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഷിഫ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ബി അടിച്ചിരുന്നു അല്ലേ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കുന്നതിന് വേണ്ടി. ഇതേപോലെ നമുക്ക് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോക്കൂ, നമ്മുടെ മോർ ആൻഡ് വ്യൂസ് എന്ന് പറയുന്ന വേർഡ് എന്തായിട്ടുണ്ട്? ബോൾഡ് സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ബോൾഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി, ബോൾഡ് ഒഴിവാകും. ഓക്കെ, അതുപോലെ നമുക്ക് ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ നമുക്ക് ഈ ഐയിലൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഇറ്റാലിക്സ് ആക്കാം. ഒന്നുകൂടെ അതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സ് ഒഴിവാക്കാം. അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ ഈ യു എന്ന് പറയുന്ന ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അണ്ടർലൈൻ വരും. വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഒഴിവാക്കാം. അപ്പം നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ചും ചെയ്യാം, ഈ കൺട്രോൾ പാലറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, ഇനി റിവേഴ്സ് അതുപോലെ സ്ട്രൈക്ക് ചെയ്യുന്നതിന് വേണ്ടി റിവേഴ്സ് ഞാൻ പറഞ്ഞുതരാം. സ്ട്രൈക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കൂ, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നോക്കൂ, നമുക്ക് നമ്മുടെ വേർഡിൻ്റെ മേലെ കൂടെ ഒരു വെട്ടിയ പോലെ നമുക്ക് കാണാൻ സാധിക്കും. വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി, സ്ട്രൈക്ക് ഒഴിവായിട്ട് കിട്ടും. പിന്നെ സ്മോൾ ക്യാപ്സ് ഓൾ ക്യാപ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടെക്സ്റ്റിനെ ഒന്ന് മാറ്റുവാണ്. നമുക്ക് ഇവിടെ മോർ നോക്കൂ, നമ്മളിവിടെ മോർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എം എന്ന് പറയുന്ന അക്ഷരം മാത്രം ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, ഈ ലെറ്ററിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്സ് എന്നാണ്. സ്മോൾ ക്യാപ്സ് എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറും. ഓക്കെ, പക്ഷെ നോക്കൂ, ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ടെങ്കിലും എന്തില്ല, സാധാരണ ക്യാപിറ്റൽ ലെറ്ററിന്റെ ആ സൈസ് ഉണ്ടാവില്ല. കണ്ടോ, ഇത് നേരത്തെ തന്നെ എന്തായിരുന്നു, ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു. പക്ഷെ അതിന് അത്രയും ഹൈറ്റ് ഇല്ല. ഏതിന്? സ്മോൾ ലെറ്റേഴ്സിന്. ഈ സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ക്യാപിറ്റൽ ആയിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ അത്ര സൈസ് ഉണ്ടാവില്ല. അതാണ് സ്മോൾ ക്യാപ്സ് ഉള്ളതിന്റെ മാറ്റം. നമുക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്നുകൂടെ നിൽക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ടെക്സ്റ്റ് അല്ലേ. പക്ഷെ ഇനി ഓൾ ക്യാപ്സ് എന്ന് പറയുകയാണെങ്കിലോ, എല്ലാ ലെറ്റേഴ്സും ഒരേ വലിപ്പത്തിലുള്ള ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറും. വ്യത്യാസം മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. ഇതിനെ നമ്മൾ സ്മോൾ ക്യാപ്സ് എന്നാണ് പറയണതെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറും, പക്ഷേ സാധാരണ ക്യാപിറ്റൽ ലെറ്ററിന്റെ അത്ര സൈസ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഓൾ ക്യാപ്സ് എന്ന് പറയുകയാണെങ്കിലോ, നമ്മുടെ എല്ലാ ടെക്സ്റ്റും ക്യാപിറ്റൽ ലെറ്റർ ഒരേ വലിപ്പത്തിലുള്ള ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് നമുക്ക് ഇത്രയും ഓപ്ഷൻ കൊണ്ട് ഉള്ള ഉപയോഗം. ഇനി നമുക്കിവിടെ സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും കൊടുക്കാനുള്ള ഓപ്ഷനാണ്. എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റ്? നമ്മൾ കണ്ടിട്ടില്ലേ, എ സ്ക്വയർ ബി സ്ക്വയർ എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? എ എന്ന് എഴുതിയിട്ട് സ്ക്വയർ 2 എന്ന് പറയുന്ന ലെറ്റർ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അതിനാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നോക്കൂ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. 2 എന്ന് പറയുന്ന ലെറ്റർ മാത്രം നോക്കൂ മേലോട്ട് പോയിട്ടുണ്ട് അല്ലേ. എന്നീ പഴയ പോലെ തന്നെ ആക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതേപോലെ നമ്മൾ H2SO4 എന്നൊക്കെ എഴുതാറില്ലേ അല്ലേ. അത് എഴുതുമ്പോൾ നമ്മൾ 2 എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും വരുന്നത്? നമ്മുടെ ഈ ബേസ് ലൈനിന്റെ കുറച്ച് താഴെ ഇട്ടാണ് വരുന്നത് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക്
ഈ 2നെ സെലക്ട് ചെയ്തിട്ട് നോക്കൂ, ഇതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴോട്ട് വരും, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി, സബ്സ്ക്രിപ്റ്റ് ഒഴിവായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൺട്രോൾ-ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പലും ലെസ് ദാൻ ചെറുതാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു അല്ലേ. ഇതേ സംഭവം നോക്കൂ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, നമുക്ക് എത്ര സൈസാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് പറയാം. മനസ്സിലായല്ലോ, സെലക്ട് ചെയ്യാം, എത്രയാണ് നമുക്ക് സൈസ് വേണ്ടത് വെച്ചാൽ ആ സൈസ് അവിടെ ചൂസ് ചെയ്താൽ ആ സൈസിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എത്ര സൈസാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ചെറുത് മതിയെങ്കിൽ നമുക്ക് ചെറുതാക്കി എടുക്കാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് വരും. നെക്സ്റ്റ് ലൈനിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മളിതൊന്ന് മുഴുവനായിട്ട് സെലക്ട് ചെയ്തു. നമുക്ക് ഒരു വേർഡിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ വേർഡ് സെലക്റ്റഡ് ആവും. കണ്ടോ, ഏതൊരു വേർഡിൽ വെച്ചിട്ട് മൗസിന്റെ ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ വേർഡ് മൊത്തം സെലക്ട് ചെയ്യും. ഓക്കെ, 3 ക്ലിക്ക് ഒന്നിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാരഗ്രാഫ് മൊത്തം സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യുക, ഒരു വേർഡിന്റെ മേലെ 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ ഒരു വേർഡ് സെലക്ട് ചെയ്യും. ഇനി 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താലോ ഒരു പാരഗ്രാഫ് മൊത്തം സെലക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ പാരഗ്രാഫിനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന്റെ മൊത്തം ഫോണ്ട് സൈസ് 14 സൈസ് കൊടുത്തു. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ രണ്ടാമത്തെ ഒരു ബോക്സ് നിങ്ങൾ കണ്ടോ, ഇതിനെ നമ്മൾ പറയാ ലീഡിംഗ് എന്നാണ് പറയാ. ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പാരഗ്രാഫിലെ ഓരോ ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് കുറയ്ക്കാനും കൂട്ടാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ലീഡിംഗ്. ഓക്കെ, നമ്മൾ ആ പാരഗ്രാഫ് സെലക്ട് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഓട്ടോ എന്നുള്ള ലീഡിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ സെലക്ട് ചെയ്ത ഈ ഫോണ്ട് സൈസ്, ഇപ്പോൾ 14 ഉള്ള ഫോണ്ട് സൈസിന്റെ ഓട്ടോമാറ്റിക് ലീഡിംഗ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 16.8 ആണ് ഓട്ടോമാറ്റിക് ലീഡിങ്. നമുക്ക് ഇത്രയും കൂടെ ലൈൻ ഗ്യാപ്പ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ 16.8 എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് ഒരു 28 ആക്കി. അപ്പോൾ നോക്കൂ, ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടോ, വ്യത്യാസം കണ്ടോ. അപ്പോൾ ഇതാണ് ഈ ഓപ്ഷൻ, ലീഡിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ലീഡിംഗ് മതിയെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ താഴെ വന്നിട്ട് ഓട്ടോ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധാരണ ലീഡിംഗ് നമുക്ക് ലഭിക്കും. ഓക്കെ, അതുപോലെ നമുക്കിവിടെ ട്രാക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, നമ്മുടെ ടെക്സ്റ്റിനെ ഓരോ വേർഡിന്റെയും ആ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ലെറ്റേഴ്സിന് നമ്മൾ അകന്ന് നിൽക്കണം, ലൂസായിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെരി ലൂസ് എന്ന് പറയാം. നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ ലൂസായിട്ട് നിൽക്കും. ഇനി ലൂസ് ആവണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നോ ട്രാക്ക് എന്ന് പറഞ്ഞാൽ മതി, പഴയ പോലെ തന്നെ ആവും. ഓക്കെ, ഇനി വെരി ലൂസും ഉണ്ട്. ലൂസ് എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസേ ഉണ്ടാവുള്ളൂ, നല്ല പോലെ ലൂസായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ വെരി ലൂസ് പറയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ടൈറ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈറ്റ് എന്നുണ്ട്, ലെറ്റേഴ്സ് അടുത്ത് നിൽക്കും. വെരി ടൈറ്റ് പറയുകയാണെങ്കിലോ വളരെ കൂട്ടിമുട്ടിയിട്ടായിരിക്കും ലെറ്റേഴ്സ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നോർമൽ മതിയെങ്കിൽ എന്ത് ചെയ്യാം, നോർമൽ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻ. അത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാനൊരു ടെക്സ്റ്റ് വേറെ ടൈപ്പ് ചെയ്യാണ്. ഇവിടെ ഞാൻ ബൈറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ ഈ വേർഡ് മാത്രം സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്നുള്ളത് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു 130 ആക്കി കൊടുക്കുക. അതായത് ഈ ടെക്സ്റ്റിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ബൈറ്റ്സ് എന്ന് പറയുന്ന വേർഡ് നോക്കൂ, നമ്മൾ 130 ആക്കിയപ്പോഴും ഇനി നമ്മളൊരു 200 ആക്കി കൊടുത്തു. അപ്പോഴും എന്താണ്, ഇതിന്റെ ഹൈറ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷെ ഹൊറിസോണ്ടലി ഇത് ഇങ്ങനെ നീണ്ട് വരും. ഓക്കെ, നമുക്ക് 200 എന്നുള്ളത് നമുക്കൊരു 240 ആക്കി കൊടുക്കാം. ഓക്കെ, എന്തടിച്ച് നോക്കൂ, കണ്ടോ, ടെക്സ്റ്റ് 240ലേക്ക് അത് നീണ്ട് വരും. നമ്മൾ ഇതിനെ ഷിഫ്റ്റ് കൺട്രോൾ ഗ്രേറ്റർ ദാൻ അടിച്ച് വലുതാക്കി നോക്കൂ, അതിന്റെ ഹൈറ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ വിഡ്ത്ത്, അതായത് ഹൊറിസോണ്ടലി മാത്രം അത് വലുതായി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു മറ്റൊരു ടൂളും കൂടെ പഠിക്കാം. സെലക്ട് ടൂൾ എന്ന് പറയും. നോക്കൂ, ഈ ആരോ മാർക്ക് ടൂൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ഈ സെലക്ട് ടൂൾ. അപ്പോൾ നോക്കൂ, നമ്മളിവിടെ ഈ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മൾ ടി എന്നുള്ള ടൂൾ എടുത്തിട്ട് ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ,
നമുക്ക് ഇവിടെ ഇതൊരു ബ്ലോക്ക്, ഇതിനെ നമ്മൾ പറയുക ഒരു ബ്ലോക്ക് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. കണ്ടോ, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കാൻ സാധിക്കും. അതുപോലെ ബൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് വേറൊരു കാര്യം ടൈപ്പ് ചെയ്താൽ അല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ, ഇത് മറ്റൊരു ബ്ലോക്കാണ്. കണ്ടോ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പേജ് മേക്കറിന്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് ആണ് ഇങ്ങനെ ബ്ലോക്ക് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിനെ ടൈപ്പ് ചെയ്യാം. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ, നമുക്ക് ടെക്സ്റ്റിനെ ഇഷ്ടമുള്ളിടത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വളരെ ഈസി ആയിട്ട് നീക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ടൂളും അതുപോലെ തന്നെ സെലക്ഷൻ ടൂളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ബാക്കിയുള്ള ടൂളുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഏതാനും ക്ലാസ്സിലൂടെ അഡോബ് പേജ് മേക്കർ വളരെ വ്യക്തമായിട്ട് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അതുപോലെ അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അടുത്ത സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നന്ദി.